ഹലോ, പത്തനംതിട്ട ഇന്നത്തെ പ്രൊമോവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, മുത്തശ്ശനെ മുത്തശ്ശിയെടുത്ത് അവന്തിക ചെന്നിട്ട് തൻ്റെ വിഷമങ്ങൾ പറയുകയാണ്. കാരണം എനിക്ക് ഇപ്പോഴും നന്ദുവിനായിട്ട് അടുപ്പം ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം മുത്തശ്ശൻ തിരിച്ച് വാക്ക് കൊടുക്കുന്നുണ്ട്, മോൾ വിഷമിക്കേണ്ട, ഈ ഒരു വിവാഹം ഉറപ്പിക്കാം, അതിനായിട്ടുള്ള വിവാഹം നിശ്ചയം രഹസ്യമായിട്ട് നടത്തുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, അതിപ്പോൾ അടുത്ത ഒരു ഞായറാഴ്ച തന്നെ നടത്താം എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. മുത്തശ്ശൻ്റെ തീരുമാനം വീട്ടിലുള്ളവരെല്ലാം അറിയിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അതുപോലെ തന്നെ അവന്തിക നവ്യനെ പോയി കാണുന്നു. നവ്യയുടെ അടുത്ത് പറയുകയാണ്, ഇതുപോലെ നിശ്ചയം തീരുമാനിച്ചിരിക്കുകയാണ്, അനിയുമായിട്ടുള്ള വിവാഹം. പിന്നെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുമെന്നറിയാം, കാരണം ഞാൻ നിങ്ങളുടെ എതിർപക്ഷത്താണല്ലോ, ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം എന്നൊക്കെ പറയുമ്പോൾ നവ്യ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പക്ഷേ നവ്യയുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്, ഈ ഒരു വിവാഹത്തിന് നന്ദുവിന്, എൻ്റെ അനിയത്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് ചെയ്യുമെന്നുള്ള രീതിയിൽ നവ്യ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നന്ദു നയനയുടെ അടുത്തൊന്നും തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്, സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. ഇത് കാണുമ്പോൾ കനയ്ക്കാകെ വിഷമമാവുന്നു, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അതിനുശേഷം ഞാൻ പിന്നെ നയനയുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ കനയ്ക്ക് ഭയങ്കര സങ്കടം. മോൾ സൂക്ഷിക്കണം, മോൾ മാത്രമല്ല ആദർശും നയനയും ഒക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഗോവിന്ദനും പറയുകയാണ് മോൾ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതുപോലെ അവന്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവളുടെ നിശ്ചയമാണ് അടുത്ത ഞായറാഴ്ച എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അവൾ നേരത്തെ ഇവിടെ ഇങ്ങനെ വിളിച്ചൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മോൾ ഇനി അതിൽ ബന്ധപ്പെടേണ്ടെന്നുള്ള രീതി സംസാരിക്കണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കതിൽ പ്രത്യേകിച്ച് താല്പര്യം ഒന്നുമില്ല എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. പിന്നെ അവൻ്റെ കാര്യം അവനല്ലേ തീരുമാനിക്കണം എന്നുള്ള മട്ടിലങ്ങ് പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അവളുടെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ, ഇനി അത് കനക സൂചിപ്പിക്കുന്നുണ്ട്, അവളുടെ മുഖം കണ്ടില്ലേ മറുപടി പറഞ്ഞപ്പോൾ അവൾക്കെന്തൊരു വിഷമം പോലെ ഇനി അങ്ങനെ പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ മുത്തശ്ശൻ, അതായത് നവീൻ്റെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. അവർ തമ്മിൽ സുഹൃത്തുക്കളാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു വിവാഹം നിശ്ചയം രഹസ്യമായിട്ട് നടത്താനാണ്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല, അവർ ആ ബന്ധം ഒഴിയുന്നതിന് മുമ്പ് വേണ്ടി രഹസ്യമായിട്ട് പേരെഴുതിയ മോതിരമൊന്നും വിട്ടു അല്ലെങ്കിൽ രേഖാമൂലമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുത്തശ്ശനായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നവീനാകെ സന്തോഷമാവുകയാണ്. കാരണം നന്ദുവിനെ തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ, അപ്പോൾ അനിയുടെ വിവാഹ നിശ്ചയം എന്ന് പറയുമ്പോൾ അവധിയായിട്ട്, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ പറയുകയാണ്. അങ്ങനെ നവീനാണെങ്കിൽ കൺഗ്രാജുലേഷൻ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇങ്ങനെ വിവാഹം നിശ്ചയം പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്, എൻ്റെ വിവാഹം നിശ്ചയം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ, അത് നിൻ്റെ മുത്തശ്ശനാണ്, എൻ്റെ മുത്തശ്ശനോട് വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറയുന്നു. അങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറയുന്നു. പക്ഷേ നവീൻ എനിക്ക് ഭയങ്കര ദേഷ്യം, അനി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല എൻ്റെ വിവാഹം നിശ്ചയം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അനി നേരെ തന്നെ തൻ്റെ അച്ഛനെയും അവരെ എല്ലാം ഇരിക്കുന്ന സമയത്താണ് ഫോൺ ചെയ്യുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് ഇതുപോലെ എൻ്റെ വിവാഹം നിശ്ചയം ഉറപ്പിച്ച കാര്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെ നേരത്തെയും ഒരു വിവാഹം നടത്തി അനാമി, അതുമാത്രമല്ല ആ ബന്ധം ഒഴിഞ്ഞിട്ട് കൂടിയില്ല, അതിന് മുന്നേ തന്നെ അടുത്ത വിവാഹം നിശ്ചയം നടത്തേണ്ടത് ഇവിടുത്തെ തീരുമാനമാണ്, നിയമവിരുദ്ധമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനാണ് തീരുമാനം എടുത്തത്, അതിന് നമ്മൾ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഈ ഒരു സമയത്ത് ദേവയാനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, തറവാട്ടിലേക്ക് എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇതുപോലെ നേരത്തെ ഒരു വിവാഹം നടന്നപ്പോൾ അവൻ്റെ ഇഷ്ടം ആയിട്ടല്ല അത് ചെയ്തു വെച്ചത് അനാമികയുടെ, അതുപോലെ തന്നെ ഇപ്പോഴും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവന് പറയുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, തീരുമാനം അങ്ങ് എടുക്കാനാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം അതിനെതിരായിട്ട് സംഭവിച്ചാൽ തന്നെ അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. മുത്തശ്ശൻ്റെ അടുത്ത് പറയാണ്, ആദർശനോട് എടുത്ത തീരുമാനം ഒരു ഒറ്റ മകനാന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട, ആദർശനോട് എന്ത് തീരുമാനം എടുത്തു അതേ രീതിയിലുള്ള തീരുമാനം, അവൻ എന്തെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും മറ്റൊരു നന്ദുവായിട്ടുള്ള വിവാഹം ഉദ്ദേശിച്ചിട്ടാണ് നടത്താൻ സമ്മതിക്കേണ്ട, അവനെ ഇവിടുന്ന് അടിച്ചിറക്കിയേക്കാനാണ് ജാനകി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തീർത്തും സന്തോഷത്തിലാണ് അവന്തിയെ. കാരണം എങ്ങനെയെങ്കിലും അവന്തിയേക്ക് ഈ ഒരു വിവാഹവും ഉറപ്പിച്ച് കിട്ടിയാൽ മതി. പിന്നെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതല്ല ഞാനല്ലേ ഈ തീരുമാനം എടുത്തത്, എനിക്ക് ആ തീരുമാനം മാറ്റാനും പറ്റില്ല, ഞാനാണ് വാക്ക് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു വാക്ക് മാറ്റണമെങ്കിൽ എൻ്റെ മരണത്തിന് തുല്യമാണെന്ന് മുത്തശ്ശൻ പറയുന്നത്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട് മുത്തശ്ശൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ മനസ്സിലാവും. അപ്പോൾ അനി കർശനമായ നിലപാട് തന്നെ അറിയിക്കുകയാണ്, തനിക്ക് ഈ ഒരു അവന്തികയെ തൻ്റെ ആ ഒരു വധു എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല, ഞാൻ കുഞ്ഞുനാളോടെ അങ്ങനെ കണ്ടിട്ടുമില്ല എന്നുള്ള തീർത്തൊരു അഭിപ്രായം തുറന്ന് പറയുന്നുണ്ട്. ഇനി മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താവുമോ എന്നറിയില്ല, കാരണം നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ കേട്ടിട്ടുണ്ട്. നാഗേന്ദ്രനെതിരായിട്ടാണ് അവന്തിക നിൽക്കുന്നതെങ്കിലും മുത്തശ്ശന് വല്ല സംശയമുണ്ടോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.